വെൽക്കം ടു CK മല്ലൂസ്. 25-21 എന്ന ഡ്രാമയുടെ 4ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ അന്ന് പ്രധാനപ്പെട്ട ദിവസമാണ് എന്ന് പറഞ്ഞ് ഹീതു ഓടിപ്പോകാൻ കാരണം യൂറിയുമായുള്ള അവളുടെ മത്സരം അന്നായിരുന്നു. ആദ്യം 15 പോയിന്റ് നേടുന്നവർ ജയിക്കും എന്നതായിരുന്നു റൂൾ. ആദ്യമൊക്കെ യൂറിം സ്കോർ ചെയ്തെങ്കിലും ഹീതു കട്ടയ്ക്ക് തൊട്ടുപുറകിൽ തന്നെ സ്കോർ ചെയ്യുന്നുണ്ട്. ഇടയ്ക്കൊന്ന് ബ്രേക്ക് എടുത്തപ്പോൾ 5 വർഷം മുമ്പ് ഹീതു എന്ന പേരുള്ള ഒരു പെൺകുട്ടി തന്നെ മത്സരത്തിൽ തോൽപ്പിച്ചത് യൂറിം ഓർക്കുന്നു. അവളുടെ കരിയറിൽ അവൾ പരാജയപ്പെട്ടിട്ടുള്ളത് അന്ന് മാത്രമാണ്. അന്നു മുതലേ ഹീതു എന്ന പേര് അവൾക്ക് പേടിയാണ്. ഇപ്പോൾ ഈ ഹീതുവും കട്ടയ്ക്ക് തന്നോട് എതിർത്ത് നിൽക്കുന്ന കണ്ട് യൂറിമിന്റെ ഉള്ളിൽ ഭയം തോന്നുന്നുണ്ട്. അധികം വൈകാതെ ഹീതു യൂറിമിനെ മറികടന്ന് ജയിക്കുന്നുണ്ട്. യൂറിമിന് തന്റെ തോൽവി വിശ്വസിക്കാൻ കുറെ സമയം വേണ്ടി വന്നു. മത്സരം കഴിഞ്ഞപ്പോൾ മുഴുവൻ ടീമംഗങ്ങളെയും കൂടി ഒരുമിച്ച് വിളിച്ചു വരുത്തി കോച്ച് മത്സരത്തെക്കുറിച്ച് സംസാരിക്കുന്നു. യൂറിമിനെ തോൽപ്പിച്ചിട്ട് എന്ത് തോന്നുന്നു എന്ന് ഹീതുവിനോട് ചോദിച്ചപ്പോൾ ഇത് വെറും ഒരു പ്രാക്ടീസ് മാച്ച് അല്ലേ, അതിൽ ഒരു തവണ ജയിച്ചെന്ന് കരുതി ഞാൻ അവളെക്കാൾ മിടുക്കിയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നവൾ പറഞ്ഞപ്പോൾ നീ അമിത വിനയം കാണിക്കാതെ നിന്റെ മനസ്സിലുള്ളത് തുറന്നു പറയാൻ കോച്ച് പറയുന്നു. ജയിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്, അത് പക്ഷേ ഇങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചോദിക്കേണ്ട കാര്യമുണ്ടോയെന്ന് ഹീതു ചോദിക്കുന്നു. ആവശ്യമുണ്ട്, ജയിച്ചയാളും തോറ്റയാളും ഒരേ മുറിയിൽ തന്നെ നിൽക്കുന്നത് ഒരു വല്ലാത്ത ഫീലാണ്. പരസ്പരം തുറന്നു പറഞ്ഞു കേട്ടാൽ മാത്രമേ നിങ്ങൾക്ക് വിജയകരമായി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. നീ യൂറിമിന്റെ മെത്തേഡെല്ലാം പഠിച്ചിരുന്നോ എന്ന് കോച്ച് അവളോട് ചോദിക്കുന്നു. മത്സരത്തിന് വേണ്ടി ഞാനൊന്നും പഠിച്ചിട്ടില്ല, ഫാൻ ആയതുകൊണ്ട് എനിക്കതെല്ലാം നന്നായി അറിയാം എന്ന് ഹീതു പറയുന്നു. നീ തോറ്റത് എന്തുകൊണ്ടാണെന്ന് നിനക്കറിയാമോ? നിനക്ക് ഹീതുവിനെ കുറിച്ച് ഒന്നും അറിയില്ല, പക്ഷെ നിന്റെ മൂവ്സ് എങ്ങനെയാണ് എന്നിപ്പോൾ എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി മുന്നോട്ടുള്ള നിന്റെ മത്സരങ്ങൾ നിനക്ക് കൂടുതൽ ടഫായി തീരും, അതുകൊണ്ട് കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്തോളണം. ഇത് നിന്നെ മനസ്സിലാക്കി തരാൻ വേണ്ടി കൂടിയാണ് ഒരു ന്യൂ കമറോട് മത്സരിക്കാൻ ഞാൻ നിന്നോട് പറഞ്ഞത് എന്ന് കോച്ച് യൂറിമിനോട് പറയുന്നു. എന്റെ കൂടെ വന്ന് ഷൂ തിരികെ വാങ്ങിച്ചോളാൻ ഹീതുവിനോട് പറഞ്ഞിട്ട് കോച്ച് മുന്നോട്ട് നടക്കുന്നു. ക്ലോക്ക് റൂമിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഹീതു യൂറിമിനോട് സംസാരിക്കുന്നുണ്ട്. ഞാൻ സംസാരിക്കുന്നത് നിനക്ക് ഇഷ്ടമല്ല എന്ന് എനിക്കറിയാം, എന്നാലും പറയുകയാണ്, ഞാൻ ആദ്യമായാണ് ഒരു ഗോൾഡ് മെഡലിസ്റ്റിനോട് മത്സരിക്കുന്നത്, ഇതൊരു അംഗീകാരമായാണ് ഞാൻ കാണുന്നത് എന്ന് പറഞ്ഞ് അവൾ പോകാൻ തുടങ്ങുന്നു. നീ എന്തുകൊണ്ടാണ് എന്നെ ഇഷ്ടപ്പെടുന്നതെന്ന് യൂറിം പുറകിൽ നിന്ന് വിളിച്ചു വെച്ചപ്പോൾ അവൾ തിരിച്ചു വന്ന് എനിക്ക് നിന്റെ ഫുഡ് വർക്ക് കൺട്രോൾ ചെയ്യുന്ന രീതി അതെല്ലാം വളരെ ഇഷ്ടമാണ്, മാത്രമല്ല നിന്റെ ഫെൻസിങ് വളരെ താളാത്മകമാണ്, കാണുമ്പോൾ ഡാൻസ് ചെയ്യുന്നത് പോലെ മനോഹരമായി തോന്നും, മാത്രമല്ല നീ എപ്പോഴും ജയിക്കുകയും ചെയ്യും, ഇതൊക്കെ കൊണ്ടാണ് എനിക്ക് നിന്നെ ഇഷ്ടം എന്ന് ഹീതു പറയുന്നു. ഇതുകൊണ്ടൊന്നുമല്ല, നീ എന്നെ വെറുത്താൽ നീ എന്നേക്കാൾ ഒരുപാട് പുറകിലാണെന്ന് നിനക്ക് അംഗീകരിക്കേണ്ടി വരും. ആ റിയാലിറ്റി ഫേസ് ചെയ്യുന്നതിനേക്കാൾ എന്നെ ഇഷ്ടപ്പെടുന്നതാണ് നല്ലത് എന്നുള്ളത് കൊണ്ടാണ് നീ എന്നെ ഇഷ്ടപ്പെടുന്നത് എന്ന് യൂറിൻ പുച്ഛത്തോടെ പറയുന്നു. എൻ്റെ ഫീലിങ്സിനെ കുറിച്ച് നിനക്കെന്തറിയാം? നിന്റെ കാലിൻ്റെ പരിക്ക് കാരണമാണ് നീ സേഫായി കളിച്ചത് എന്ന് എനിക്കറിയാം, പരിക്ക് പെട്ടെന്ന് ഭേദമാക്കാൻ നോക്ക് എന്ന് പറഞ്ഞ് ഹീതു അവിടെ നിന്ന് പോകുന്നു. ഒരു ഹോട്ടലിൽ ക്ലീനിങ് സ്റ്റാഫിനെ ആവശ്യമുണ്ടെന്നറിഞ്ഞ് അതിൻ്റെ ഇൻ്റർവ്യൂവിനാണ് കോട്ടും സൂട്ടുമൊക്കെ ധരിച്ച് ഇജിൻ എത്തിയത്. ഇവിടുത്തെ പോസ്റ്റ് എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ നീ ഇൻ്റർവ്യൂവിന് വന്നത്? എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന നിന്നെപ്പോലെ ഇത്ര ഹൈ ക്വാളിഫൈഡ് ആയ ഒരാളെ എനിക്ക് ആവശ്യമില്ല. ഇവിടെ തൊഴിലാളി സംഘടന ഉണ്ടാക്കി എൻ്റെ കമ്പനി കുളന്തം ഉണ്ടാകാനാണോ നിൻ്റെ ഉദ്ദേശം എന്നൊക്കെ ചോദിച്ച് ഹോട്ടലുടമ അവനെ ജോലിക്ക് എടുക്കുന്നില്ല. ഇജിൻ താമസ സ്ഥലത്തേക്ക് വന്നപ്പോൾ സെങ്വങ് വീടിന് മുന്നിൽ പഠിക്കുന്നുണ്ടായിരുന്നു. അവനെ കണ്ടപ്പോൾ നിങ്ങളെ അന്വേഷിച്ച് ഒരാൾ ഇവിടെ വന്നിരുന്നു. ഞാനിപ്പോൾ തനിച്ച ഉള്ളായിരുന്നു. അയാൾ വാതിലിൽ ഇടിക്കുകയും മറ്റും ചെയ്തപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചു. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാകാതെ നോക്കണം എന്ന് അവൾ അവനോട് വാണിംഗ് പോലെ പറയുന്നു. ഇജിൻ സോറി പറഞ്ഞിട്ട് ഇനി ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞ് അകത്തേക്ക് പോകുന്നു. സെങ്വങ് അടുത്ത ദിവസം ക്ലാസ്സിലെത്തിയപ്പോൾ ജിവും സ്നാക്സും കുറച്ചുകൊണ്ട് ഹാൻഡി ക്യാമിൽ എന്തോ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് ഫുഡ് തന്നുവിട്ട പാത്രം തിരിച്ചു കൊണ്ടുവന്നോ എന്ന് എൻ്റെ അമ്മ ചോദിച്ചിരുന്നു എന്ന് സെങ്വങ് അവനോട് പറയുന്നു. എൻ്റെ അമ്മ പാത്രം എടുത്തു തന്നതാണ്, പക്ഷെ ഞാൻ കൊണ്ടുവരാൻ മറന്നു എന്ന് ജിവും പറഞ്ഞപ്പോൾ ഈ അമ്മമാർക്കെല്ലാം പാത്രത്തിനോട് ഇത്ര ഇഷ്ടം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് സെങ്വങ് പറയുന്നുണ്ട്. നമ്മുടെ മ്യൂസിക് ബാൻഡിൻ്റെ പുതിയ വീഡിയോ ഷൂട്ട് ചെയ്തതിന് ഞാൻ പുതിയൊരു മെത്തേഡ് കണ്ടുപിടിച്ചു, അത് ടെസ്റ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ എന്ന് ജിവും പറയുന്നു. സംസാരിക്കുന്നതിനിടയിൽ രണ്ടുപേരും കൂടി സ്നാക്സിൻ്റെ കവറിലേക്ക് കൈയിടുന്നു. അതിൽ ഇനി ഒരെണ്ണം കൂടിയേ ബാക്കിയുള്ളൂ, അത് ആരെടുക്കണമെന്ന് തീരുമാനിക്കാൻ രണ്ടുപേരും കൂടി റോക്ക് പേപ്പർ സിസേഴ്സ് കളിച്ചു നോക്കുന്നു. സെങ്വങ് ആണ് ജയിച്ചത്. അവൾ സന്തോഷത്തോടെ അത് വായിലാക്കിയപ്പോൾ ജിവു വലിയ നിരാശയോടെ എങ്ങനെയുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ഇത്ര നേരം നീ കഴിച്ചുകൊണ്ടിരുന്നതല്ലേ, പിന്നെ എന്തിനാണ് ചോദിക്കുന്നത്? നിന്റെ പുതിയ മെത്തേഡ് കാണിച്ചു തരാൻ പറഞ്ഞ് സെങ്വങ് എഴുന്നേൽക്കുന്നു. സ്കേറ്റിംഗ് ബോർഡ് ഉപയോഗിച്ച് മൂവ് ചെയ്തുകൊണ്ട് വീഡിയോ എടുക്കുന്ന പുതിയ മെത്തേഡ് അവൻ അവൾക്ക് കാണിച്ചു കൊടുക്കുന്നു. ആ സമയത്താണ് അവൻ്റെ വരവ് ശ്രദ്ധിക്കാതെ എതിരെ യൂറിം വന്നത്. അവളെ കണ്ടതും ഇടിക്കുന്നതിന് മുമ്പ് ജിവങ് ബോർഡിൽ നിന്ന് ചാടി ഇറങ്ങുന്നുണ്ട്. യൂറിമിനെ തൊട്ടുമുന്നിൽ കിട്ടിയപ്പോൾ അവൻ സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ഒരേ ക്ലാസ്സിൽ തന്നെയാണ്, എൻ്റെ പേര് ജിവുങ് എന്നാണ് എന്നവൻ പറഞ്ഞപ്പോൾ അപ്പോൾ നീയാണല്ലേ ക്ലാസ്സിലെ പ്രിറ്റി ബോയ് എന്നറിയപ്പെടുന്ന ജിവുങ്, പക്ഷെ നിന്നെ കണ്ടിട്ട് അത്ര പ്രിറ്റിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് യൂറിം പറയുന്നു. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പ്രിറ്റിയാണ്, അത് പതുക്കെ നിനക്ക് മനസ്സിലാക്കിക്കോളും എന്ന് ജിവുങ് പറഞ്ഞപ്പോൾ യൂറിം ചിരിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് നടക്കുന്നു. വേറെ കുറെ ബോയ്സ് നീ കലക്കിയല്ലോ എന്ന് പറഞ്ഞ് ജിവുങ്ങിൻ്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. മത്സരം ജയിച്ചത് കൊണ്ട് വാക്ക് പറഞ്ഞതുപോലെ കോച്ച് ഹീതുവിൻ്റെ സാധനങ്ങളെല്ലാം ആൾക്ക് തിരികെ നൽകുന്നു. ജയിച്ചതിനെ അഭിനന്ദിക്കുന്നുമുണ്ട്. കോച്ച് പറഞ്ഞതുപോലെ എനിക്ക് യൂറിമിനെ നന്നായി അറിയാവുന്നത് കൊണ്ട് ബൈ ചാൻസ് ഞാൻ ജയിച്ചെന്നേ ഉള്ളൂ എന്ന് ഹീതു പറഞ്ഞപ്പോൾ
ബൈ ചാൻസോ യൂറോപ്പിന്റെ കഴിവിനെ നീ കുറച്ച് കാണുകയാണോ? ഇന്റർനാഷണൽ ലെവലിൽ പോലും ഇന്ന് വരെ അവളെ ആരും തോൽപ്പിച്ചിട്ടില്ല. നിനക്കതിന് കഴിഞ്ഞെങ്കിൽ അതത്ര നിസ്സാര കാര്യമല്ല. ഇങ്ങനെയാണ് നീ ചിന്തിക്കാൻ പോകുന്നതെങ്കിൽ നിന്നെ ഞാനിവിടെ നിന്ന് ചവിട്ടി പുറത്താക്കും. നിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് നിനക്കറിയാമോ? നിന്റെ സ്ട്രെങ്ത്. അതുകൊണ്ട് നന്നായി ഭക്ഷണം കഴിക്കുന്നത് തുടർന്നു എന്ന് കോച്ച് അവളോട് പറയുന്നു. ഒരു ഫയൽ കൊടുത്തിട്ട് ഇത് ബ്രോഡ്കാസ്റ്റിംഗ് ക്ലബ്ബിൽ ഏൽപ്പിച്ചേക്ക് എന്നും കോച്ച് അവളോട് പറയുന്നു. ഹീതു ഫയലുമായി ചെന്നപ്പോൾ ബ്രോഡ്കാസ്റ്റിംഗ് ക്ലബ്ബിൽ സെങ്വാങ് നിൽക്കുന്ന കണ്ട് നീ ഇവിടെയും ഉണ്ടോ എന്ന് ഹീതു ചോദിക്കുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നതെന്ന് ഹീതു പറഞ്ഞപ്പോൾ കയറി നല്ലതുപോലെ നോക്കിക്കൊള്ളാൻ സംഘം അവളോട് പറയുന്നു. പഴയ കാലത്തെ ലഞ്ച് ടൈം പ്രോഗ്രാംസിന്റെ എല്ലാം റെക്കോർഡിംഗ് കാസറ്റിലാക്കി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഹീതു കൗതുകത്തോടെ നോക്കുന്നു. 1991 കാസറ്റുകളുടെ കൂട്ടത്തിൽ ഇജിൻ എന്നു പേരിലുള്ള ഒരു കാസറ്റ് കണ്ടപ്പോൾ ഇത് ആ ഇജിൻ ആയിരിക്കുമോ എന്നവൾ സ്വയം ചോദിക്കുന്നു. ഇജിനെ നിനക്കറിയാമോ എന്ന് സംഘം ചോദിച്ചപ്പോൾ എനിക്കൊരു ഇജിനെ അറിയാം, പക്ഷെ അയാൾ തന്നെയാണോ ഇതൊന്നും അറിയില്ല എന്ന് ഹീതു പറയുന്നു. കേട്ടു നോക്കി സംശയം തീർത്തേക്കാം എന്ന് പറഞ്ഞ് സംഘം ആ കാസറ്റ് വാങ്ങി പ്ലേ ചെയ്യുന്നു. ഞാനതിനെ കണ്ടിട്ടില്ല, പക്ഷെ അവൻ ഭയങ്കര പോപ്പുലർ ആയിരുന്നു എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പണക്കാരനും തമാശക്കാരനും സുന്ദരനുമൊക്കെ ആയിരുന്നു എന്നാണ് കേട്ടത് എന്നൊക്കെ സംഘം പറയുന്നു. കാസറ്റ് പ്ലേ ചെയ്ത് അവന്റെ വോയിസ് കേട്ടപ്പോൾ ഇതെനിക്കറിയാവുന്ന ഇജിൻ തന്നെയാണെന്ന് ഹീതു പറയുന്നു. അവന്റെ ശബ്ദം കേൾക്കാൻ നല്ല രസമുണ്ട്. ഇതിലെ അവന്റെ ശബ്ദം നേരിട്ട് കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ സുന്ദരമായിട്ടുണ്ട് എന്ന് ഹീതു പറയുന്നു. അവിടെ നിന്ന് ഇജിന്റെ സ്കൂൾ കാലഘട്ടത്തിലേക്ക് നമ്മളെ ചെറുതായി ഒന്ന് കൊണ്ടുപോകുന്നുണ്ട്. വളരെ എനർജറ്റിക് ആയ ഒരു ആങ്കറും സ്കൂൾ മ്യൂസിക് ബാൻഡ് മെമ്പറും ഒക്കെ ആയിരുന്നു അവൻ. പണത്തിന്റെ കാര്യത്തിലും ഒട്ടും കുറവിലല്ല. കോളേജിൽ അഡ്മിഷൻ കിട്ടിയപ്പോൾ അച്ഛൻ അവന് ഗിഫ്റ്റായി നൽകിയത് ഏറ്റവും ട്രെൻഡിയായ വിലപിടിപ്പുള്ള ഒരു കാറായിരുന്നു. ഒരുപാട് പെൺപിള്ളേർ ആരാധനയോടെ അവൻ്റെ പുറകെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ജീവിതം ആസ്വദിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് IMF അവൻ്റെ ജീവിതത്തിലും വില്ലനായത്. സാമ്പത്തിക ബാധ്യതകൾ അവൻ്റെ കുടുംബത്തെയും ബാധിച്ചു. കേസും കാര്യങ്ങളും കുടുംബത്തെ കൂടി ബാധിക്കാതിരിക്കാൻ തൽക്കാലം കുറച്ചു കാലത്തേക്ക് ഭാര്യയെ ഡിവോഴ്സ് ചെയ്യുകയല്ലാതെ അവൻ്റെ അച്ഛന് മുന്നിൽ മറ്റു വഴിയൊന്നുമില്ലായിരുന്നു. ഡിവോഴ്സിന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അമ്മ ബഹളം വെക്കുന്നത് കേട്ടുകൊണ്ടാണ് ഇജിൻ അന്ന് വീട്ടിലേക്ക് ചെന്ന് കയറിയത്. ബാധ്യതകൾ തീരുന്നവരെ നിന്നെ സംരക്ഷിക്കാൻ ഇതേ വഴിയുള്ളൂ, കുറച്ചൊന്ന് കാത്തിരിക്കാൻ പറഞ്ഞ് അദ്ദേഹം ഭാര്യയെ സമാധാനിപ്പിക്കുന്നു. ഇളയ മകൻ ഹൈനോട് കുറച്ചു കാലത്തേക്ക് നീ ആന്റിയുടെ വീട്ടിൽ പോയി നിൽക്കണം, കുറച്ചു കാലം നമ്മളെല്ലാവരും പല പല സ്ഥലത്ത് താമസിച്ചേ പറ്റൂ എന്ന് അദ്ദേഹം പറയുന്നു. ബാധ്യതകളെക്കുറിച്ച് ഓർത്ത് നീ വിഷമിക്കേണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അമ്മ ഫാങ്ങാങ്ങിലേക്കും ഞാൻ ജംഗ്ഷനിലേക്കും മാറി നിൽക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് അച്ഛൻ ഇജിനോട് പറയുന്നു. ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അവൻ നിസ്സഹായതയോടെ ചോദിക്കുന്നു. അച്ഛൻ അതിനുവേണ്ടി കണ്ടുവച്ചത് മിലിറ്ററി ആയിരുന്നു. കൊറിയയിൽ എല്ലാ പുരുഷന്മാരും പട്ടാളത്തിൽ 2 വർഷമെങ്കിലും ജോയിൻ ചെയ്യേണ്ടത് നിർബന്ധമായതിനാൽ ആ ചാൻസ് ഇപ്പോൾ ഉപയോഗപ്പെടുത്താനാണ് അച്ഛൻ ഉദ്ദേശിച്ചത്. അങ്ങനെ അവൻ ആർമിയിൽ ജോയിൻ ചെയ്യുന്നു. ആർമിയിലായിരുന്ന സമയത്താണ് അച്ഛൻ്റെ കമ്പനി കടക്കണിയിലായതും പാപ്പരായി പ്രഖ്യാപിച്ചതുമൊക്കെ ഇജിൻ അറിയുന്നത്. ആ സമയത്ത് വേറെയും ഒരുപാട് കമ്പനികൾ അതുപോലെ പാപ്പരാവേണ്ടി വന്നിരുന്നു. കുടുംബത്തെ താങ്ങി നിർത്താൻ താൻ ഇറങ്ങേണ്ട സമയമായി എന്ന് ഇജിന് ബോധ്യമായതിനാൽ അവൻ മിലിറ്ററിയിൽ നിന്ന് പിരിഞ്ഞു പോകാനുള്ള റിക്വസ്റ്റ് നൽകുന്നു. അവൻ്റെ അവസ്ഥ അറിയാമായിരുന്നു കൊണ്ട് അതിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അങ്ങനെയാണ് അവനിപ്പോൾ ഹീതുവിൻ്റെ സ്ഥലത്തിനടുത്ത് താമസമാക്കിയിരിക്കുന്നത്. പക്ഷേ ഇതുവരെ സ്ഥിരമായ ഒരു ജോലി കണ്ടെത്താൻ അവന് കഴിഞ്ഞിട്ടില്ല. അവൻ്റെ ആപ്ലിക്കേഷൻ മിക്കവാറും എല്ലാം റിജക്റ്റ് ചെയ്യപ്പെടുകയാണ്. ഹീതു ഇജിനെ അന്വേഷിച്ച് ബുക്ക് ഷോപ്പിലെത്തിയപ്പോൾ അന്ന് വലിയ തിരക്കില്ലാത്ത കൊണ്ട് ഞാൻ അവളോട് നേരത്തെ പോയിക്കൊള്ളാൻ പറഞ്ഞു. അത്യാവശ്യമാണെങ്കിൽ വീട്ടിലേക്ക് പോയി നോക്കാൻ ഷോപ്പ് ഓണർ അവളോട് പറയുന്നു. വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു കൊടുത്ത് അവനെ ഏൽപ്പിക്കാൻ ഒരു പേപ്പറും കൂടി അയാൾ അവളെ ഏൽപ്പിക്കുന്നു. ഹീതു ഇജിൻ്റെ വീടിന് അടുത്തെത്താറായപ്പോൾ ആരോ ബഹളം വയ്ക്കുന്നത് കേൾക്കുന്നു. ഇജിൻ്റെ അച്ഛൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന 2 പേർ അവൻ്റെ അച്ഛനിപ്പോൾ എവിടെയാണ്, അദ്ദേഹം കാരണം ഞങ്ങൾ കൂടി ആകെ ബാധ്യതയിലായിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഇജിനോട് ദേഷ്യപ്പെടുകയാണ്. ഒരാളുടെ വീട് വിറ്റ് വാടകയ്ക്ക് താമസിക്കേണ്ടി വന്നു. മറ്റേയാളുടെ മകൾ കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി കഠിനമായി പഠിക്കുകയാണ്. പക്ഷെ അഡ്മിഷൻ എടുക്കാൻ കാശില്ലാത്തത് കൊണ്ട് മകൾ ഒരു വർഷം തോറ്റു പോകണമെന്ന് പോലും ആഗ്രഹിച്ചു പോകുകയാണ് എന്നൊക്കെ അവർ വേദനയോടെ പറയുന്നു. ഞാൻ എത്രയും പെട്ടെന്ന് ഒരു ജോലി കണ്ടുപിടിച്ച് നിങ്ങളുടെ കടം വിട്ടിക്കോളാമെന്ന് ഇജിൻ പറഞ്ഞപ്പോൾ നിന്റെ ചെറിയ ശമ്പളം കൊണ്ട് ഏത് കാലത്താണ് ഞങ്ങളുടെ കടം വിട്ടുന്നത്, ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ എന്നും രാത്രി സമാധാനമായി കിടന്നുറങ്ങാൻ നിനക്ക് അങ്ങനെ മനസ്സ് വരുന്നു എന്നൊക്കെ ചോദിച്ച് അവർ ഇജിനെ പിടിച്ചു കുലുക്കുകയാണ്. അവരോട് എന്ത് മറുപടി പറയണം എന്ന് പോലും അറിയാത്ത അവസ്ഥയല്ലാണ് അവൻ. പുറത്തു വന്ന കരച്ചിൽ കടിച്ചമർത്തിക്കൊണ്ട് നിങ്ങളെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണം എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇനി ഒരിക്കലും ഞാൻ സന്തോഷിക്കില്ല എന്ന് ഞാൻ ഉറപ്പു തരാം. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന വേദനയും കഷ്ടപ്പാടും ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ ഓർത്തോളാം. ഒരു നിമിഷത്തേക്ക് പോലും ഞാൻ ഹാപ്പിയാകില്ല എന്നൊക്കെ വിങ്ങിപ്പൊട്ടുന്നതിനുള്ള അവൻ പറയുന്നു. ഒരുപാട് തവണ സോറിയും പറയുന്നുണ്ട്. അവനോട് സംസാരിക്കുന്നത് കൊണ്ടൊരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അവർ അവിടെ നിന്ന് പോകുന്നു. ഹീതു ഇതെല്ലാം കേട്ട് ആകെ വല്ലാതെ നിൽക്കുകയാണ്. ഇജിൻ സഹിക്കവയ്യാതെ കുനിഞ്ഞു കരഞ്ഞു പോകുന്നുണ്ട്. മുഖമുയർത്തിയപ്പോഴാണ് മുന്നിൽ നിൽക്കുന്ന ഹീതുവിനെ അവൻ കണ്ടത്. അവളെല്ലാം കേട്ടിട്ടുണ്ടാകും എന്ന് അവളെ കണ്ടപ്പോൾ അവന് മനസ്സിലാകുന്നു. നാണക്കേടും വിഷമവും കൊണ്ട് അവൻ മുഖം കുടിക്കുന്നു. വലിച്ചു കീറിയ ബുക്കിന്റെ കോമ്പൻസേഷനായ 300 രൂപ തരാനാണ് ഞാൻ വന്നത് എന്ന് ഹീതു ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിക്കുന്നു. കാശല്ലാതെ മറ്റെന്തെങ്കിലും തിരിച്ചു തരാൻ നിനക്ക് പറ്റുമോ? കാശിനെ കുറിച്ച് സംസാരിച്ച് ഞാൻ മടുത്തു എന്ന് ഇജിൻ പറയുന്നു. ഹീതു അവനെ കൊണ്ട് ഷോപ്പിലേക്ക് പോയി ഒരു ഡ്രിങ്ക്സ് വാങ്ങിച്ച് അവന് നൽകുന്നു. ഇനി 200 രൂപ ബാക്കിയുണ്ട് എന്ന് പറഞ്ഞ് അവളും അവന്റെ അടുത്തിരിക്കുന്നു. ബുക്ക് ഷോപ്പ് ഓണർ നൽകിയ പേപ്പർ ഹീതു നീട്ടിയപ്പോൾ അത് വേസ്റ്റ് ബിന്നിൽ എറിഞ്ഞേക്കാൻ അവൻ പറയുന്നു. അവളത് മടക്കി പോക്കറ്റിൽ വെക്കുന്നു. അവന്റെ ഡ്രീം എന്താണ് എന്ന് എഴുതിയ പേപ്പർ ആയിരുന്നു അത്. പക്ഷെ അതിൽ എന്റെ ഡ്രീം എന്ന് മാത്രമേ എഴുതിയിരുന്നുള്ളൂ. ബാക്കി എന്താണ് എഴുതാതിരുന്നത് എന്ന് അവൾ ചോദിച്ചപ്പോൾ എന്റെ ഡ്രീം ഇപ്പോൾ എന്താണ് എന്ന് എനിക്കറിയില്ല എന്ന് അവൻ പറയുന്നു.
ഹീതുവിന്റെ ഡ്രീം എന്താണ് എന്നും അവൻ ചോദിക്കുന്നുണ്ട്. എന്റെ ഡ്രീം വളരെ വലുതാണ്, യൂറിമിന്റെ എതിരാളിയാവുക എന്നതാണ് എന്ന് അവൾ പറയുന്നു. മുമ്പ് എനിക്കും വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു, നാസയിൽ ജോലി ചെയ്യണമെന്നായിരുന്നു എന്റെ സ്വപ്നം എന്ന് ഇജിൻ പറയുന്നു. അത് ശരി എന്ന് മാത്രം പറഞ്ഞ് ഹീതു കൂളായിരുന്നു ജ്യൂസ് കുടിക്കുന്നത് കണ്ടപ്പോൾ നിനക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ലല്ലേ എന്നവൻ പറയുന്നുണ്ട്. ആര് പറഞ്ഞു? എനിക്കറിയാം, സ്പേസ് ഷിപ്പൊക്കെ ഉണ്ടാക്കി സ്പേസിലേക്ക് പോകുന്ന സ്ഥലമല്ലേ അത്, പക്ഷെ അമേരിക്കയിലല്ലേ. അപ്പോൾ നിനക്ക് ഇംഗ്ലീഷും നന്നായി അറിയാമോ? നീ മാത്സ് പ്രോബ്ലം സോൾവ് ചെയ്യാനും എടുക്കാനാണല്ലോ. നീ ശരിക്കും ഒരു ടോപ്പ് സ്റ്റുഡന്റ് ആയിരിക്കും അല്ലേ? അതുകൊണ്ടായിരിക്കും നീ പണ്ട് സ്കൂളിൽ പോപ്പുലർ ആയിരുന്നതെന്ന് ഹീതു പറയുന്നു. ഞാൻ പോപ്പുലർ ആയിരുന്നു എന്ന് അവൻ ചോദിച്ചപ്പോൾ നീ എൻ്റെ സ്കൂളിലല്ലേ പഠിച്ചത്? നീ ഭയങ്കര പോപ്പുലർ ആയിരുന്നെന്ന് ബ്രോഡ്കാസ്റ്റിംഗ് ക്ലബ്ബിലെ ഒരാൾ എന്നോട് പറഞ്ഞു. ഇന്നലെ ഞാൻ അവിടെ വെച്ച് നിന്റെ പഴയ പ്രോഗ്രാമും കേട്ടിരുന്നു. അത് നീ തന്നെയാണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടി. പക്ഷെ ഇനി ഒരിക്കലും സന്തോഷിക്കില്ല എന്ന് വാക്ക് കൊടുത്ത ഇജിനാണ് അത് എന്ന് എനിക്ക് തോന്നിയില്ല. മറ്റാരെ പോലെയാണ് എനിക്ക് തോന്നിയത് എന്ന് ഹിതു പറയുന്നു. ഇജിൻ മറുപടിയൊന്നും പറയാതെ മുഖം കുടിച്ചിരിക്കുന്നത് കണ്ട് ഞാൻ പറഞ്ഞത് കൂടിപ്പോയെന്ന് ഹിതു ചോദിക്കുന്നു. നിന്റെ ഈ തുറന്നു പറയുന്ന സ്വഭാവമാണ് എനിക്കും ഇഷ്ടം. നിന്നെ കാണുമ്പോൾ 18-ാം വയസ്സിലെ എന്നെ പോലെയാണ് എനിക്ക് തോന്നാറുള്ളത് എന്ന് അവൻ പറയുന്നു. നിനക്ക് സമയം പുറകിലേക്കാക്കിയാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ഹിതു ചോദിച്ചപ്പോൾ ഞാൻ ഭയങ്കരമായി അത് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് അവൻ പറയുന്നു. ആ സമയത്ത് എന്താണ് നീ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എന്ന് ഹീതു അപ്പോൾ ചോദിക്കുന്നു. അന്നത്തെ എൻ്റെ ഏറ്റവും വലിയ വിഷമങ്ങളാണ് ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. ചെയ്തു തീർക്കാനുള്ള ഒരുപാട് ഹോംവർക്ക്, ബ്രോഡ്കാസ്റ്റിംഗ് ക്ലബ്ബിലെ പേടിപ്പെടുത്തുന്ന സീനിയേഴ്സ്, സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നതിനിടയിൽ ഞാൻ തെറ്റിക്കുമെന്ന ഭയം, ഞാൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി എന്നെ തിരിച്ച് ഇഷ്ടപ്പെട്ടില്ല എന്ന ഭയം, ഇതൊക്കെയാണ് അന്ന് എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചിരുന്നത്. ഞാൻ അതൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്ന് അവൻ പറയുന്നു. ഈ പ്രായത്തിലെ വിഷമങ്ങൾ അതൊക്കെയാണല്ലോ എന്ന് ചിന്തിച്ച് ഹീതു ചിരിക്കുന്നുണ്ട്. അല്പം ഒന്ന് ചിന്തിച്ചിരുന്നിട്ട് അവൾ നിർബന്ധിച്ച് അവനെ എങ്ങോട്ടോ കൂട്ടിക്കൊണ്ട് പോകുന്നു. അവളുടെ പഴയ സ്കൂളിലേക്കാണ് അവൾ അവനെ കൊണ്ട് പോയത്. ഇതിപ്പോൾ നിന്റെ സ്കൂളല്ലല്ലോ, പിന്നെന്താണ് ഇങ്ങോട്ട് വന്നത് എന്നവൻ ചോദിച്ചപ്പോൾ ഇപ്പോഴത്തെ സ്കൂളിൽ ഇത് നടക്കില്ല എന്നവൾ പറയുന്നു. എന്താണ് സംഭവം എന്നവൻ ചോദിച്ചപ്പോൾ നല്ല ത്രില്ലിംഗ് ആണ്, മൂഡ് ഓഫ് മാറ്റാനും നല്ലതാണ് എന്ന് സസ്പെൻസ് ഇട്ട് പറഞ്ഞുകൊണ്ട് അവൾ മുന്നോട്ട് നടക്കുന്നു. ടാപ്പിനരികിലേക്കാണ് അവൾ പോയത്. ഇത് ഒരു ടാപ്പ് തിരിച്ച് മുകളിലേക്ക് വെച്ച് വെള്ളം തുറന്നു വിടുന്നു. ഫൗണ്ടനിൽ നിന്ന പോലെ വെള്ളം ചിട്ടുന്നത് കണ്ട് അവൾ തുള്ളിച്ചാടുന്നു. നിനക്കിത് കാണുമ്പോൾ സന്തോഷം തോന്നില്ലേ? എനിക്കിത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് എന്ന് അവൾ പറയുന്നു. ഇതിന് പക്ഷെ ഒന്നും പറയാതെ മസിൽ പിടിച്ച് അതിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. നിനക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് അവൾ ചോദിച്ചപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്നെ സന്തോഷിപ്പിക്കാൻ ഒരെണ്ണം പോരാ എന്ന് പറഞ്ഞ് അവൻ മുന്നോട്ട് ചെന്ന് മുഴുവൻ പൈപ്പും അതുപോലെ മുകളിലേക്കാക്കി വെള്ളം തുറന്നു വിടുന്നു. ഇതാണല്ലേ മുതിർന്നവരുടെ വഴി, ഇതെല്ലാം കൂടി ഒരുമിച്ച് തുറക്കുന്നതിനെ പറ്റി ഞാനിതൊരു ചിന്തിച്ചിട്ടേ ഇല്ല എന്ന് ഹീതു വളരെ എക്സൈറ്റഡ് ആയി പറഞ്ഞുകൊണ്ട് തുള്ളിച്ചാടുന്നു. ഇജിന്റെ മൂഡ് ഓഫും കുറച്ച് മാറിയിരുന്നു. അവൻ ഹീതുവിന്റെ സന്തോഷം കുറച്ചു നേരം നോക്കി നിൽക്കുന്നുണ്ട്. പെട്ടെന്നൊരു കുസൃതി തോന്നി അവളെ ആ വെള്ളത്തിലേക്ക് അവൻ തള്ളിയിടുന്നു. രണ്ടുപേരും കുറെ സമയം അവിടെ നിന്ന് വെള്ളം ചിരിച്ച് കളിക്കുന്നു. ആരാണ് അവിടെ എന്ന് ചോദിച്ച് സെക്യൂരിറ്റി ഓടി വന്നപ്പോൾ ഇജിൻ ഹീതുവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടുന്നു. കുറെ ദൂരം ചെന്ന ശേഷം ഓട്ടം നിർത്തി അവൾ റോഡിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. അപ്പോഴും അവൾ ചിരിക്കുകയാണ്. നീ ഇത്ര ദൂരം ഓടിയത് എന്തിനാണ്? എപ്പോഴേ ഓട്ടം നിർത്തായിരുന്നല്ലോ എന്നവൾ ചോദിച്ചപ്പോൾ നല്ല രസമല്ലായിരുന്നു, ഇനി ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ ഓരോ തമാശ ഒപ്പിക്കണം എന്ന് ഹീതു പറയുന്നു. എനിക്ക് താല്പര്യമില്ലെങ്കിലോ എന്ന് ഇജിൻ ചോദിച്ചപ്പോൾ രക്ഷയില്ല, നിനക്ക് വേറെ ചോയ്സ് ഇല്ല, നീ ഇനി ഒരിക്കലും ഹാപ്പി ആകില്ല എന്ന് നീ കുറച്ചു മുമ്പ് വാക്ക് കൊടുത്തില്ലേ? പക്ഷെ ഞാൻ അതിനെതിരാണ്. കാലമാണ് നിന്റെ കയ്യിൽ നിന്ന് എല്ലാം തട്ടിയെടുത്തത്. അതിന് നീ എന്തിനാണ് നിന്റെ സന്തോഷം വേണ്ടെന്ന് വെക്കുന്നത്? പക്ഷെ നീ വാക്ക് കൊടുത്തു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി മുതൽ എൻ്റെ ഒപ്പമായിരിക്കുമ്പോൾ മാത്രം നീ സന്തോഷിച്ചോളൂ. ഞാനത് ആരോടും പറയാതെ സീക്രട്ടാക്കി വെച്ചോളാം എന്ന് അവൾ പറയുന്നു. ഇത് നമ്മുടെ മാത്രം ഒരു ലിറ്റിൽ സീക്രട്ട് ആയിക്കോട്ടെ എന്ന് അവൾ ചിരിയോടെ പറയുന്നു. ഇജിൻ അവളെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ട്. എൻ്റെ ഹൃദയം അപ്പോൾ വേഗത്തിൽ ഇടിക്കുന്നുണ്ടായിരുന്നു എന്ന് ഹീതു ഡയറിയിലൂടെ നമ്മളോട് പറയുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.